വേഗം ഓടിക്കോ, ഇനി ഈ വഴിക്ക് നിങ്ങളെ കണ്ടുവരുത്. അവരെവിടെ പോയോ? ഞാൻ നല്ലപോലെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവൾ ഇനി ഈ വഴിക്ക് വരില്ല. നന്നായി. ഒന്ന് വേഗം നടക്കു പിള്ളേരെ, ഇനിയും കുറെ ദൂരം പോകാനുള്ളതാ. നമുക്കൊരു ഓട്ടോ പിടിച്ചു പോയാ പറയമ്മേ. അമ്മ എന്തിനാ അവളെ അടിച്ചേ? കുറെ ദൂരമായില്ലേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. അവള് ക്ഷീണിച്ചിട്ടുണ്ടാവും. ആകെ കുറച്ച് ദൂരമല്ലേ, അതിനാണ് ഈ ഓട്ടോ വിളിക്കുന്നത്. മര്യാദക്ക് നടക്കാൻ നോക്ക് രണ്ടും. കുഞ്ഞാണി കരയല്ലേ? ചേച്ചി എന്നെ അമ്മ വെറുതെ അടിച്ചേ. ഞാൻ കണ്ടല്ലോ മോളെ, എന്ത് ചെയ്യാനാ, ഇവരിങ്ങനെ ആയിപ്പോയി. മോള് കണ്ണു തുറക്ക്. ശരി ചേച്ചി. അയ്യേ, പൊട്ടിപ്പൊളിഞ്ഞ വീടാണ് അച്ഛൻ വാങ്ങിന്ന് പറഞ്ഞേ. ശരിയാണല്ലോ, ഇത്രയും പഴയ വീട് എന്തിനാ അച്ഛനെ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങളുടെ അച്ഛനോട് ചോദിക്കേ. പിന്നെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ സമയമൊന്നുമില്ല, വേഗം പോയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിക്കോ. ശരിയമ്മ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടാളും കൂടി അകം വൃത്തിയാക്കിക്കോ, ഞാൻ മുറ്റം വൃത്തിയാക്കിക്കോളാം. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം പുറത്തോട്ട് വന്നാൽ മതി. പണി കഴിയാണ്ട് നിങ്ങൾ രണ്ടും പുറത്തിറങ്ങണ്ട, കേട്ടല്ലോ? ശരിയമ്മേ. ബാ കുഞ്ഞാ, നമുക്ക് അകത്ത് പോവാം. ശരി ചേച്ചി. രണ്ടും അകത്ത് കയറി പോകുന്നുണ്ട്, വേഗം സ്ഥലം വിടാം. അവരുടെ കാര്യം ഇനി ഈ വീട്ടിലെ പ്രേതങ്ങൾ നോക്കിക്കോളും. രണ്ടിൻ്റെ ശല്യം ഇതോടെ തീർന്നാൽ മതിയായിരുന്നു. അവർ കാണുന്നതിന് മുന്നേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അമ്മ എവിടെ പോയി? അയ്യോ, അമ്മ പോയി. കുഞ്ഞാ, നീ ഇതിന് കരയുന്നേ? ചേച്ചി അമ്മയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നീ എന്താ പറയുന്നേ? അതെ ചേച്ചി, അമ്മ ഇവിടെ ഒന്നുമില്ല. അയ്യോ, നേരെ ഇരുട്ടിയല്ലോ. കുഞ്ഞു, നീ കരയാതിരിക്കേ. അമ്മ നമ്മളെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതാണെന്ന് തോന്നുന്നു. അത് എന്തിനാ ചേച്ചി? മോളെ, അത് നമ്മുടെ രണ്ടാനമ്മയല്ലേ, അവർക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. അപ്പൊ നമ്മുടെ അച്ഛനെ നമുക്ക് കാണാൻ കഴിയില്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം മോളെ. ഇവിടെ അടുത്തൊന്നും വേറെ വീടില്ല. മാത്രമല്ല സമയവും ഇരുട്ടി. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കഴിയാം, രാവിലെ നമുക്ക് വീട് അന്വേഷിച്ചു പോവാം. ഇവിടെ നമ്മൾ തനിച്ചോ? കുഞ്ഞാ, നമ്മൾ തനിച്ചല്ലല്ലോ, എനിക്ക് നീയും നിനക്ക് ഞാനും ഇല്ലേ. എനിക്ക് പേടിയാണ് ചേച്ചി. മോള് പേടിക്കണ്ട, നമുക്ക് അകത്തിരിക്കാം, സമയം ഇരുട്ടിയില്ലേ. എടാ, നീ ഇത് കണ്ടോ? ആ സ്ത്രീ എന്താ ചെയ്തതെന്ന്? ആ പെണ്ണുങ്ങളൊരു പാഠം പഠിപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരുന്ന് ഈ കുട്ടികളെ സംരക്ഷിക്ക്. അവരുടെ മുന്നിലൊന്നും പോകണ്ട. അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ശരിയടാ, നീ പോയിട്ട് വാ. നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ഏട്ടാ, നമ്മളെ മക്കളെ കാണാനില്ല. നീ എന്തേ പറഞ്ഞേ? മക്കളെ കാണാനില്ലെന്നോ? അതെ ചേട്ടാ, മക്കൾ കളിക്കാൻ വേണ്ടി പാർക്കിൽ പോയേക്കുമായിരുന്നു. ഞാൻ അവരെ കൂട്ടാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവരവിടെ ഇല്ലാന്നറിയുന്നേ. നിനക്ക് അവരെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു വിടായിരുന്നോ? ചേട്ടൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അവരെ എന്റെ സ്വന്തം മക്കളെ പോലെയല്ല കാണുന്നേ. എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. വാ, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, പോലീസ് കംപ്ലൈന്റ് ചെയ്താൽ അവരെന്നെയാണല്ലോ ആദ്യം പിടിക്കുക. എങ്ങനെയെങ്കിലും അത് മുടക്കണം. ചേട്ടാ, പോലീസ് കംപ്ലൈന്റ് ചെയ്താലും അവരെ കുട്ടികളെ ഒന്നും അന്വേഷിക്കില്ല, പകരം എന്നെ പിടിച്ചിട്ട് പോവുകയാ ചെയ്യുക. അതെന്തിനാ നിന്നെ പിടിക്കുന്നേ? ഞാൻ അവരുടെ സ്വന്തം അമ്മയില്ലാന്ന് അറിയുമ്പോഴേക്കും പോലീസ് ഞാൻ തന്നെയാണ് കുറ്റക്കാരി എന്ന് വിചാരിക്കും. ഞാനപ്പോൾ എന്താ ചെയ്യണ്ടേ? മക്കളെ അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ചേട്ടന് വണ്ടി എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം, അഥവാ മക്കൾ തിരിച്ചു വന്നാൽ വീട്ടിലൊരാൾ വേണ്ടേ. ശരി, പക്ഷെ രാവിലത്തേക്ക് കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും പോകും. രാവിലത്തേക്ക് രണ്ടിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യോ, പ്രേതം! അയ്യോ, നമ്മളെന്ത് ചെയ്യും? ഇനിയും നീ ആ കുട്ടികളെ ദ്രോഹിക്കുമോ? കുട്ടികളെ ദ്രോഹിക്കാനോ? ഈ ദുഷ്ടയായ സ്ത്രീ ഉണ്ടല്ലോ, നിങ്ങളുടെ 2 മക്കളെയും ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കളഞ്ഞതാണ്. ഈ പറഞ്ഞത് സത്യമാണോ? എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റി. 2 പാവം പിടിച്ച കുട്ടികളെ പ്രേതങ്ങളുടെ അടുത്ത് ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടിട്ടിട്ടാണോ നിങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നേ? കുറച്ചെങ്കിലും നാണമുണ്ടോ നിനക്ക്? ഇപ്പോൾ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ എവിടെ പോകാനാണ്? എന്റെ മക്കളെ ഉപദ്രവിച്ച നീ ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ പാടില്ല. എന്റെ മക്കൾ സുരക്ഷിതരല്ലേ? പേടിക്കണ്ട, എന്റെ സുഹൃത്ത് നിങ്ങളുടെ മക്കളെ നോക്കുന്നുണ്ട്. അവരുടെ തീർത്തും സുരക്ഷിതരാണ്. ചെറിയ കുട്ടികളെ പോലും ഉപദ്രവിക്കാൻ മനസ്സ് കാണിച്ചത് നീ വേഗം ഇവിടെ നോടിക്കോ. ഇതാ നിങ്ങളുടെ വീടെത്തി. താങ്ക് യു പ്രേതമാമ. അയ്യോ, പുറത്തും പ്രേതോ? അയ്യോ! ആഹാ, അവര് പോയോ? ഇതേ ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. അച്ഛന്റെ മക്കളും എത്തിയോ? അച്ഛൻ മക്കളെ കൂട്ടാൻ ഇറങ്ങിയതാ, അതിനു മുമ്പ് മക്കളും എത്തിയല്ലോ. ആ പ്രേതമാവനെ ഞങ്ങളിങ്ങ് എത്തിച്ചേ. നിങ്ങൾ 2 ആളോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ മക്കളെ നന്നായി സംരക്ഷിച്ചാൽ മാത്രം മതിയാവും. അതെ, ഇനി അവര് നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യില്ല. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു.